അടുത്തതായിട്ട് ജിൻസിയെ ഈ ഒരു സ്ക്രീനിലേക്ക് വിളിക്കാം. ജിൻസിയെ വിളിക്കണേക്കാൾ മുമ്പ് എനിക്ക് ഒരു നമിക്കണം ജിൻസിയെ. കാരണം രണ്ട് ചെറിയ മക്കളാണ്. മക്കളെ വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ നടത്തുന്നത്? ചെറിയ കുഞ്ഞിനെ പ്രസവിക്കുന്നത് വരെയും പ്രസവിച്ച് കഴിഞ്ഞിട്ടും അതുപോലെ ആ ഒരു പ്രഗ്നൻസി ടൈമിലൊക്കെ വണ്ടി ഓടിച്ച് പോകുന്നതും ഭയങ്കര റിസ്കി ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ജീവിതത്തിൽ വെറുതെ ഒരു സമയം പോലും കളയാനില്ല എന്ന് മനസ്സിലാക്കിയിട്ടുള്ള വലിയ സ്വപ്നങ്ങൾ കാണുന്നവരുടെ കൂട്ടത്തിലേക്ക് ഓടിക്കയറിയ ഒരാളാണ്. അപ്പം എന്താണ് മനസ്സിൽ ഈ ഒരു ടീമുമായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോഴുള്ള അല്ലെങ്കിൽ ഇനി മുന്നോട്ടുള്ള യാത്രയിൽ എന്തൊക്കെയാണ് ആഗ്രഹം എന്നുള്ളത് നമുക്ക് കേൾക്കാം. ജെൻസി പ്ലീസ്. സത്യം പറഞ്ഞറിയാണെന്ന് ഞാൻ ഒരു വലിയൊരു പ്രശ്നത്തിന്റെ നടുവിൽ ഇപ്പൊ നിൽക്കാണ്. എന്റെ രണ്ട് പിള്ളേര് ഭയങ്കര ബഹളാണ്. അതിന്റെ ഇടയ്ക്ക് ഇവിടെ കറണ്ട് ഇല്ല. സത്യം കുറെ കാര്യങ്ങൾ പറയാൻ വേണ്ടി വെച്ചിട്ട് ഒക്കെ മൈൻഡിൽ നിന്ന് പോയി. എന്തൊക്കെ പറയാന്ന് എനിക്ക് അറിയില്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഏത് സമയം ഇവിടെ ഒരു പൂക്കപ്പ പ്രതീക്ഷിക്കുന്ന പോലെ ഡോറിൽ ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുകയാണ് കുറെ കാര്യങ്ങൾ. ഇപ്പൊ ഞാൻ എന്റെ പേര് ജിൻസി, സ്ഥലം തൃശ്ശൂർ മാളയാണ്. വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹസ്ബൻഡ് ഉണ്ട്, 2 മക്കളുണ്ട്. മക്കള് ചെറിയ മക്കളാണ്. ഒരാൾക്ക് 3 വയസ്സ്, രണ്ടാമത്തെ ആൾക്ക് 7 മാസം. അപ്പൊ എന്റെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സത്യത്തിൽ കയ്യിൽ നിന്ന് പോയിരിക്കണ്ടേ. എനിക്ക് പറ്റണ പോലെ ഞാൻ പറഞ്ഞു ഒപ്പിക്കാൻ അറിയാനും. ഞാൻ പഠിച്ചത് +2 സയൻസ് ആയിരുന്നു എടുത്തത്. +2 സയൻസ് എടുക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഴ്സിംഗ് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര ഉഴപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ സത്യസന്ധമായിട്ട് ഒരു കാര്യം പറയാം, +2 ഞാൻ തോറ്റു. ഇതുവരെ കുറെ പേർക്കൊന്നും അറിയില്ല, എന്നാലും ഞാൻ പറയും +2 ഞാൻ തോറ്റു. സേ എഴുതിയിട്ട് ജയിച്ചില്ല. അപ്പൊ അടുത്തത് എന്താ, അപ്പൊ പിന്നെ നാട്ടുകാർക്ക് അങ്ങനെ അറിയില്ല, വീട്ടുകാർക്കൊക്കെ അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര പ്രഷറാണ്. ഞാൻ അങ്ങനെ എന്റെ കർത്താവ് എന്തുട്ടാ ചെയ്യുന്നത് എനിക്ക് ഒറ്റപ്പെടുത്തില്ല. അങ്ങനെ അന്വേഷിച്ച് വന്നപ്പോ മറ്റേ മെഡിക്കൽ ഫീൽഡ്, പാരാമെഡിക്കൽ ഫീൽഡിന് ഇറങ്ങിയത്. അപ്പൊ അതിന്റെ ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെയെങ്കിലും +2 എഴുതിയിരിക്കുന്നത് ഭയങ്കര ആഗ്രഹം വന്നു. കാരണം നാണം കെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ, നാണം കെടാനും പറ്റില്ല, എന്താ പറയാ, മുന്നോട്ട് പോകാൻ വേണം. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഈ കോഴ്സ് ചെയ്തു. അപ്പൊ ഇവിടെ പഠിക്കാൻ പറ്റാത്തതൊക്കെ ഈ കോഴ്സിൽ പഠിച്ചു. അതായത് എന്താ പറയാ, സ്കൂൾ ലൈഫിൽ എന്തായാലും തോറ്റു. അപ്പൊ അവിടെ വാങ്ങാൻ പറ്റാത്ത മാർക്ക് എനിക്ക് ഇവിടെ വാങ്ങാൻ പറ്റി. എനിക്ക് നല്ല മാർക്കാണ്, ഡിസ്റ്റിങ്ഷൻ ഉണ്ടായിരുന്നു എനിക്ക് ഇവിടെ. അതായത് അപ്പൊ ഞാൻ വിചാരിക്കും, ദൈവം അവിടെ പഠിച്ചിരുന്നെങ്കിൽ അതാവാമായിരുന്നു, ഇതാവാമായിരുന്നു, അങ്ങനെ ഇതിലിതാക്കി. പക്ഷെ എനിക്ക് +2 ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഇതിന്റെ ഡിഗ്രി ചെയ്യാൻ പറ്റില്ല. ഞാൻ എടുത്തത് റേഡിയോളജിയാണ്. അപ്പൊ എനിക്ക് അതിന്റെ ഡിഗ്രി ചെയ്യുന്നത് ഭയങ്കര ആഗ്രഹമാണ്. എന്നെ പഠിപ്പിച്ച സാർക്ക് പറഞ്ഞു, നിങ്ങൾ ഡിഗ്രി ചെയ്യണം. എന്ത് ചെയ്യാം, എന്താ പറയാ, എറിയാൻ അറിയുന്നതിന്റെ കയ്യിൽ വടി ഓടിക്കില്ല എന്ന് പറയുമ്പോൾ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ജയിച്ചു, അവർക്കാണെന്നുണ്ടെങ്കിൽ ഡിഗ്രി ചെയ്യണം. എനിക്കാണെങ്കിൽ ഡിഗ്രി ചെയ്യണം, +2 ഇല്ല, എന്ത് ചെയ്യാം. അങ്ങനെ വീണ്ടും ജോലിക്ക് കയറിയ സമയത്ത് ഒരു ഒരു അഫയർ, ലവില് പോയി പെട്ടു ഞാൻ പറയുന്നില്ല, ആളെ തന്നെയാണ് കിട്ടിയത്, വേറെ കാര്യം. അപ്പൊ എന്താ പറയാ, അതെന്നെ എന്റെ വീട്ടുകാരെ ഇത് പറയാന്ന്, ഞങ്ങൾ 3 പെൺമക്കളാണ്. അപ്പൊ ഭയങ്കര സ്നേഹം കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറയണില്ല എന്റെ വീട്ടുകാരുടെ നിന്ന്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇളയ മോളായത് കൊണ്ടാവാം, ബാക്കി 2 മക്കൾ സ്നേഹിച്ചിട്ട് എന്റെ സ്നേഹിക്കുന്നുണ്ടാവും. പക്ഷെ അതെന്റെ വീട്ടുകാർക്ക് എനിക്ക് എന്താ പറയാ, അപ്പനാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും പ്രകടിപ്പിക്കാനുള്ള ഒരു ഇത് ഉണ്ടായിരുന്നിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ആയിരിക്കും ഞാൻ ചിലപ്പോൾ എന്താ പറയാ, ഇപ്പോഴത്തെ 2K കിഡ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നു ഒരാൾ ചിരിച്ചു കാണിച്ചു കഴിഞ്ഞാൽ സ്നേഹമാണെന്ന് പറഞ്ഞാൽ പിന്നാലെ പോണതാണ്. അങ്ങനെയായിരുന്നില്ല. എനിക്ക് അത്രയും നല്ലൊരു കെയറിങ് കിട്ടിയതുകൊണ്ടാണ് ഞാൻ ആളെ ഇഷ്ടപ്പെട്ടത്. അപ്പൊ എനിക്ക് എന്താ പറയാ, എനിക്ക് ആളെ തന്നെ കല്യാണം കഴിക്കുന്നത് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. വീട്ടിൽ പറഞ്ഞു, കുഴപ്പമില്ല, എന്താ പറയാ, ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ്, അപ്പൊ കാസ്റ്റ് കാര്യങ്ങളൊക്കെ സെയിം ആയതുകൊണ്ട് വീട്ടുകാർ കെട്ടിച്ചു തന്നു. അപ്പൊ എന്റെ വലിയൊരു ആഗ്രഹം നടന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹിച്ച ആളെ തന്നെ കല്യാണം കഴിച്ചു, ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന നേരത്തെ പറഞ്ഞ പോലെ ഈ പഠിപ്പ് കഴിഞ്ഞിട്ട് നേരെ ഹോസ്പിറ്റൽ ഫീൽഡിൽ ജോലിക്ക് കയറിയിട്ട് ശമ്പളമൊക്കെ ഭയങ്കര കുറവാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 രൂപ കിട്ടുള്ളൂ, അല്ലെങ്കിൽ 1000 രൂപ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 കൊല്ലം മുൻപത്തെ ഒരു 1000 രൂപയ്ക്കൊക്കെ ഭയങ്കര വിലയുണ്ട്. ഞാൻ ആ സമയത്ത് എനിക്ക് കിട്ടുന്നത് ചെറുതാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ സേവിങ്സ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെ ഇന്നിപ്പോ ഗോൾഡിന് 7000 ചില്ലാനാണ് ഒരു ഗ്രാമിന് ഉണ്ടെങ്കിൽ അന്ന് 2000 ചില്ലാൻ രൂപയുള്ള ഒരു ഗ്രാമിന്. സോ അതോടെ ഞാൻ ഒരു മാസം 500 രൂപയ്ക്ക് ഗോൾഡ് സ്കീമിലേക്ക് മാറ്റി വെക്കും. അതായത് എനിക്ക് അത്ര ഇഷ്ടമാണ് സേവ് ചെയ്യാൻ, അതിന്റെ പഠിച്ച് പൊളിക്കുകയും ചെയ്യും, അങ്ങനത്തെ ഒരാളാണ്. പിന്നെ കല്യാണം കഴിഞ്ഞപ്പോഴും എന്റെ വിചാരം ലൈഫ് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ശരിക്കും എനിക്ക് മനസ്സിലായത് കൊച്ചുങ്ങളായതിനു ശേഷം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അപ്പൊ കുട്ടികളാവുന്നതിന് ശേഷം ആവുന്നതിന് മുൻപാണ് ഞാൻ ഈ കൂട്ടായ്മയ്ക്ക് വരുന്നത്. ഈ കൂട്ടായ്മയ്ക്ക് വരാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു പാർട്ട് ടൈം ഇൻകത്തിന്റെ ഒരു ഇതിലാണ് ഞാൻ കയറി വരുന്നത്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു കൂട്ടായ്മയിലേക്ക്, ഈ വൈബ്രന്റ് കിങ്ഡത്തിലേക്ക് തന്നെ വരുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് വീട്ടമ്മമാരാണ്. ഈ ഒരു വൈബ്രന്റ് കിങ്ഡത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് വീട്ടമ്മമാരാണ്. അങ്ങനെ ഈ ഒരു കൂട്ടായ്മയ്ക്ക് വന്നപ്പോൾ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപാട് പേരുടെ മനസ്സ് എനിക്ക് അറിയാൻ പറ്റി. ഞാൻ വിചാരിച്ചിരുന്നത് ഞാനാണ് ഏറ്റവും ബാഡ് സിറ്റുവേഷനിൽ കിടന്നിരുന്നത്, അല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഇപ്പൊ ഒരു ഫുൾ സ്റ്റോപ്പ് ഒക്കെ ഇരുന്ന ഒരു സമയത്തായിരുന്നു. പക്ഷെ ഞാൻ നോക്കുമ്പോ ഒരുപാട് പേര് എന്നെക്കാളൊക്കെ എത്രയോ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ജീവിച്ചു പോകുന്നത് എന്ന് മനസ്സിലാക്കി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. അങ്ങനെ ഞാൻ ഇതിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയ്ക്കാണ് രണ്ടാമത്തെ ഡെലിവറി കാര്യങ്ങളൊക്കെ വന്നപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിപ്രഷനിലേക്ക് ഞാൻ പോകുന്നത് സെക്കൻഡ് ഡെലിവറിക്ക് ശേഷമാണ്. ഫസ്റ്റ് ഡെലിവറിക്ക് ഒന്നും എനിക്ക് ഡിപ്രഷൻ എന്ന് പറഞ്ഞൊരു സംഭവമില്ല. സെക്കൻഡ് ഡെലിവറിക്ക് ശേഷം ഭയങ്കര ഡിപ്രഷൻ ആയിരുന്നു. ഞാൻ എപ്പോഴും കോൺടാക്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ജാസ്മിൻ മാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ വിളിക്കാണ്ടായി, അതായത്
എനിക്ക് ആരും വിളിക്കേണ്ട, എനിക്ക് ഫോൺ എടുക്കേണ്ട, എനിക്ക് ഭയങ്കര ഒരുമാതിരി സ്വഭാവം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ കൊച്ചുങ്ങളുടെ സൗണ്ടുകൾ കേൾക്കാൻ പറ്റില്ല. ഒരു കൊച്ചിനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത കൊച്ചിനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത കൊച്ചു, അങ്ങനെ 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 പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വീണ്ടും എന്താ പറയാ, അതിന്റെ ഇടയ്ക്ക് റൈഹാന മാമിനെ അടച്ച് വിളിക്കാറുണ്ട്. റൈഹാന മാം കുറെ പുഷപ്പ് തരും, ഞാൻ വീണ്ടും പൊന്തിപ്പോ, വീണ്ടും ഞാൻ തിരിച്ചു വരും. ഇത് തന്നെയായിരുന്നു പരിപാടി. പിന്നെ വീണ്ടും എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് എന്റെ ഹസ്ബൻഡിന്റെ വരുമാനം കൊണ്ടാണ് ഇപ്പൊ മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതിൽ തന്നെ പോയി കഴിഞ്ഞാൽ ശരിക്കും എന്റെ സ്വപ്നങ്ങളൊക്കെ ചത്തുപോകുള്ളൂ. ഞാൻ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ, എന്റെ മക്കളെ പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് കുറെ സ്വപ്നങ്ങളുണ്ട്. കുറെ സ്വപ്നങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നല്ല ക്യാഷ് ആയിട്ട് ജീവിക്കണം. അതായത് ആരും ഡിപ്പെൻഡ് ചെയ്യാണ്ട് നല്ല രീതിയിൽ എനിക്ക് എന്ത് ചെയ്യാൻ അപ്പൊ തോന്നണം, അപ്പൊ എനിക്ക് അത് ചെയ്യണം. ഇന്ന സാധനം എനിക്ക് വാങ്ങാൻ തോന്നുന്നുണ്ട്, എനിക്ക് അപ്പൊ ഇന്ന സാധനം വാങ്ങണം. ഞാൻ എന്തിനാണ് ഈ മാസത്തെ സാലറി വരട്ടെ, ഈ മാസം കൂട്ടി വെച്ചിട്ട് എല്ലാ കണക്കുകളും കഴിഞ്ഞിട്ട് ബാക്കി 10 രൂപ ഉണ്ടെങ്കിൽ അത് വാങ്ങാം. അങ്ങനെയല്ല, എനിക്ക് ഇന്നത് വാങ്ങാൻ തോന്നുന്നു, എനിക്ക് ഇന്നത് വാങ്ങണം. ഇന്ന ആൾക്ക് ഇത്ര രൂപ കൊടുക്കാൻ തോന്നുന്നുണ്ടോ, അതെനിക്ക് അപ്പൊ കൊടുക്കണം. അതാണ് എന്റെ ഒരു വലിയൊരു എന്താ പറയാ, അങ്ങനെ ഒരു രീതിക്കാണ് ഞാൻ ഇതാക്കുന്നത്. അപ്പൊ ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് പറയും, എന്റെ രണ്ട് ചേച്ചിമാരാണ്, അവർക്കൊക്കെ 2 പെൺമക്കൾ വെച്ചാണ്, 4 പേരാണ്. ഞാൻ പറയും എനിക്ക് പൈസ ഉണ്ടായിട്ട് ഞാൻ അവരുടെ പേരിലൊക്കെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുന്നൊക്കെ പറയുമ്പോൾ എന്നെ കളിയാക്കും ആള്. ആദ്യം തന്നെ അവൻ എന്റെ കൊച്ചുകളുടെ പേരിലാക്ക്, അങ്ങനെയൊക്കെ പറയും. പക്ഷെ എനിക്കൊരു അതെന്റെ പണ്ടേ മുതലുള്ള എന്റെ ഒരു ആഗ്രഹമാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഇതായിരിക്കും അതിനുള്ള സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഇതാണ് അതിനുള്ള സമയം എന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും ഈ ഒരു കൂട്ടായ്മയിലേക്ക് ഞാൻ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നൊക്കെ പറഞ്ഞത് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് അറിയില്ല എന്ത് ചെയ്യണം എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ മറ്റുള്ളവര് ഇപ്പം ജാസ്മിൻ മാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലോവിൽ നിന്ന് ഹൈയിലേക്ക്, അതല്ലെങ്കിൽ ഉള്ളിലേക്ക് ഒതുങ്ങി കൂടിയെന്ന് ഭയങ്കരമായിട്ട് പുറത്തേക്ക് വന്നു. ഞാനാണെങ്കിൽ ഭയങ്കര പുറത്ത് നിന്നാണ് ഉള്ളിലേക്ക് പോയൊരു അവസ്ഥയ്ക്ക് വന്ന് ഇരിക്കാറുണ്ട് ഞാൻ. പക്ഷെ ഇപ്പൊ ഞാൻ ഈ നിൽക്കുന്ന ഒരു 21 പേരുടെ ഈ ഒരു കൂട്ടായ്മയിൽ ഇതിലേക്ക് വന്നിട്ടാണ് ഞാൻ വീണ്ടും നല്ലൊരു രീതിയിലേക്ക് വീണ്ടും എന്റെ സ്വപ്നങ്ങളൊക്കെ പൊടി തട്ടിയെടുത്ത് എനിക്ക് എത്താൻ പറ്റും എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് ഞാൻ എത്തിയത്. അപ്പൊ എനിക്ക് എന്തൊക്കെ പറഞ്ഞു എന്ന് തന്നെ എനിക്ക് പറയില്ല, കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ല എന്റെ മൈൻഡ് ഇവിടെ ഇല്ല. കാരണം അങ്ങനെ ഒരു എനിക്ക് അപ്പൊ ഞാൻ വിചാരിക്കും കുട്ടികൾ വലുതായതിനു ശേഷം നമ്മളൊരു കാര്യം ചെയ്താൽ മതി. പോരാ, എനിക്ക് ഈ ക്രാങ്ങൾ ഈ സമയത്ത് ഇരിക്കുന്ന സമയത്ത് തന്നെ നല്ല രീതിയിലേക്ക് എത്തണം. കാരണം ക്രാങ്ങൾ വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും സെറ്റ് ആവില്ല. പണ്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ട് എന്താ പറയാ, ഭയങ്കര കോംപ്ലക്സ് ആയിരുന്നു എനിക്ക് കളറില്ല വണ്ണില്ല എന്നൊക്കെ. ഇപ്പൊ ഞാൻ നോക്കുന്നത് കർത്താവ് കുറച്ച് വണ്ണം കുറയ്ക്കാൻ പറ്റണമെന്നാണ് ഞാൻ ഇപ്പൊ ആഗ്രഹിക്കുന്നത്. അതായത് കുറെ മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇനി എന്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഹെൽത്ത്, എന്റെ കാര്യങ്ങൾ, എന്റെ ഫാമിലി, എന്റെ സൊസൈറ്റി എല്ലാം എനിക്ക് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ എനിക്ക് ചെയ്തു കൊടുക്കണം. എന്നെ പോലെ ചിന്തിക്കണം കുറെ പേരുണ്ട്, കുറെ ഇങ്ങനെ എന്താ പറയാ ഡിപ്രഷന്റെ കാര്യത്തിലൊക്കെ പോയി. അവർക്കൊക്കെ ഒരാളെങ്കിലും എന്നെ കൊണ്ട് എന്തെങ്കിലും ഒരു മാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ ഒരാൾക്കെങ്കിലും, അതാണ് എന്റെ വിജയം എന്ന് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൽ മുന്നോട്ട് പോകുന്നത്. അപ്പൊ താങ്ക് യു. താങ്ക് യു സോ മച്ച് ജിൻസി മാം. നമ്മളെ എന്താ പറയുക, ബെസ്റ്റ് ഇൻഫ്ലുവൻസർ എന്നൊക്കെ എന്റെ മനസ്സിൽ എപ്പോഴും തോന്നുന്ന ഒരാളാണ്. അതായത് നമ്മൾ സ്ക്രീനിലൊക്കെ വന്ന് സംസാരിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകളെ എന്താ പറയാ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാകത്തിന് ഒരു കഴിവ് ഉള്ളിൽ ഒതുക്കി വെച്ചിട്ടുള്ള ഒരാളാണ്. എനിക്ക് ഓരോരുത്തരുടെ ഫേസ് നോക്കുമ്പോൾ ഓരോരുത്തരെ പറ്റി ഒരു വെറുതെ ഒരു ചിന്തകൾ വരുന്നുണ്ട്. അതിപ്പോ നമ്മൾ മനഃപൂർവ്വം ചെയ്യണമെന്നല്ല. അപ്പൊ എന്റെ മനസ്സിൽ എപ്പോഴും തോന്നുന്നതാണ് ഒരു എന്താ പറയാ ബെസ്റ്റ് ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുള്ള ഒരാളാണ് എന്നുള്ളത്. അത് എന്തായാലും നമുക്ക് നോക്കാം അല്ലെ. എന്തായാലും അതിന്റെ ഒരു തുടക്കം തുടങ്ങിയിട്ടുണ്ട്. എവിടെ ചെന്ന് അവസാനിക്കുന്നു നമുക്ക് വെയിറ്റ് ആൻഡ് സീ അല്ലെ. എന്തായാലും ദൈവം സഹായിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ.